ഡൽഹി ജനസംസ്കൃതിയുടെ 33ാമത് സഫദർ ഹാഷ്മി നാടകോത്സവത്തിൽ വയനാടിന് കരുതൽ. നാടകം കാണാനെത്തിയവരിൽ നിന്ന് ധനസമാഹരണം നടത്തി തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. ജനസംസ്കൃതിയുടെ 33ാമത് സഫ്തർ ഹാഷ്മി നാടകോത്സവമാണ് വയനാട് ജനതയ്ക്കുള്ള കരുതലിനും വേദിയായത്. 2018 പ്രളയ കാലഘട്ടത്തിലും നാടിനൊപ്പം നിന്ന് സംഘടന മാതൃകയായിരുന്നു. നാടകോത്സവത്തോടനുബന്ധിച്ച് സമാഹരിച്ച മുഴുവൻ തുകയും ദുരിതം അനുഭവിക്കുന്നവർക്കായി CMDRFിലേക്ക് കൈമാറുമെന്ന് അധ്യക്ഷൻ വിനോദ് കുമാർ. ജനസംസ്കൃതി 44 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഡൽഹി എൻസിൽ പ്രവർത്തിക്കുന്നതാണ്. ധനസമാഹരണം മുഴുവൻ നമ്മുടെ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൊടുക്കുക, അതിനുള്ള സഹായിക്കുക, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് നടത്തുന്നത്. വേദിക്ക് സമീപം ഫണ്ട് സമാഹരണത്തിനായി പ്രത്യേക കൗണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട്. നാടകപ്രേമികൾക്കും നാടകങ്ങൾക്ക് രാഷ്ട്രീയമാനം നൽകിയ സഫ്തർ ഹാഷ്മിയെ സ്നേഹിക്കുന്നവർക്കുമായാണ് നാടകോത്സവമെന്ന് ജനറൽ സെക്രട്ടറി പ്രസാദ്. ഇപ്രാവശ്യം 10 നാടകങ്ങളാണുള്ളത്, വിവിധ ബ്രാഞ്ചുകളിൽ നിന്നായിട്ടുള്ളത്. അതിൽ 10 നാടകങ്ങൾ നമുക്ക് നടത്തുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷേ നമ്മുടെ നാടകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാടകത്തിനെ സ്നേഹിക്കുന്ന സഫ്തർ ഹാഷ്മിയെ സ്നേഹിക്കുന്ന സഫ്തർ ഹാഷ്മിയുടെ ധീരസ്മരണയിൽ നടത്തുന്ന ഈ ഒരു നാടകോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ തയ്യാറെടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണം ചെയ്യുക എന്നുള്ളതാണ് ജനസംസ്കൃത ഭാഗത്ത് നിന്ന് ചെയ്യാനുണ്ടായിരുന്നത്. അത്തരത്തിൽ തന്നെ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സമകാലിക പ്രസക്തിയുള്ള ഒട്ടേറെ വിഷയങ്ങൾ കോർത്തിണക്കിയതാണ് വേദിയിൽ അവതരിപ്പിച്ച 10 നാടകങ്ങളും. വരുന്ന സെപ്റ്റംബർ 1 കുട്ടികളുടെ നാടക പ്രദർശനവും ജനസംസ്കൃതി നടത്തുന്നുണ്ട്. സമരമാണ് 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 ജീവിതം, സമരസപ്പെടാത്ത സഹന സമരമാണ് ജീവിതം. 24 ഡൽഹി.